ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൽ പല പ്ലാൻസുമായിട്ടാണ് 2026 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലൊരു 90% എങ്കിലും സക്സസ്ഫുൾ ആകണേ എന്ന് നമുക്ക് വിഷ് ചെയ്യാം, പ്രാർത്ഥിക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ. പ്രാർത്ഥന വളരെ നല്ലതാണ്. എല്ലാവർക്കും മനസ്സിന് സൗഖ്യം തരുന്നൊരു കാര്യമാണ് പ്രാർത്ഥന. എൻ്റെ അനുഭവം ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ വിശേഷപ്പെട്ട കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, പിന്നെ അതുമാതിരി തന്നെ തിരുവാതിര, മഹാദേവൻ്റെ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ് അല്ലേ. മഹാദേവൻ്റെ മാത്രമല്ല കേട്ടോ, ദേവി പാർവതി ദേവിയുടെയും കൂടെ വിശേഷപ്പെട്ടൊരു ദിവസമാണ് തിരുവാതിര. അങ്ങനെ പറയാൻ കാരണം എന്താണ്? മഹാദേവൻ എന്താണ് പറഞ്ഞത്? ദേവി പാർവതി, അവിടെ നിന്നില്ലാതെ ഞാൻ പൂർണ്ണനല്ല. അയ്യോ, എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലേ. ഭഗവാൻ ഒരു ഈഗോയും കൂടാതെ തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്, സമ്മതിച്ചൊരു കാര്യമാണ്. ഇന്ന് എത്ര പേർക്ക് പറ്റും അങ്ങനെ തുറന്ന് പറയാൻ? ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അത് തുറന്ന് പറയില്ല. ഒരു ഈഗോ, അത് പറഞ്ഞാൽ കുറച്ച് അവളൊന്ന് മുകളിലായി പോയാലോ, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, അതെന്തിനാ തുറന്നു പറയേണ്ട ആവശ്യം എന്നുള്ളത് അത് ഉള്ളിൽ പോലും ചിന്തിക്കാത്തവരും ഉണ്ട് കേട്ടോ. ഓ, അവളുണ്ടായിട്ട് ഇപ്പം എന്താ, അവളുള്ളതുകൊണ്ടാണോ ഇപ്പം ഞാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. അതായത് നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും അല്ലേ. കുറച്ച് റെസ്പെക്റ്റും പരിഗണനയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും, അവർക്ക് എത്ര ഹാപ്പി ആയിരിക്കും കാര്യങ്ങൾ. ഇന്നിപ്പോൾ സൺഡേ ആണ് അല്ലേ. സൺഡേ ഇപ്പോൾ വർക്കിംഗ് ലേഡീസ് ആണെങ്കിലും അവർക്ക് ഇന്ന് സൺഡേ എന്തെങ്കിലും ഒഴിവുണ്ടോ? ഇല്ല. ക്ലീനിങ് ആയിട്ടും വാഷിംഗ് ആയിട്ടും പല പല കാര്യങ്ങളും, കുടുംബകാര്യങ്ങളും ഒറ്റ ദിവസം പോലും ഒഴിവാക്കി നിർത്താൻ പറ്റാത്തതാണ് ഈ കുടുംബത്തിലെ ഒരു ഫാമിലി കൊണ്ടുപോവുക, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഗൃഹഭരണം തന്നെ ഒരു ദിവസം പോലും ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. വർക്കിംഗ് ലേഡീസ് പോലും അത് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഞാൻ പറയട്ടെ, സ്ത്രീക്കും പുരുഷനും ഒരേ വേതനം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഇല്ല. പ്രൈവറ്റ് ഫീൽഡിലൊക്കെ വളരെ മോശമാണ് കാര്യങ്ങൾ. തുല്യ വേതനം പോയിട്ട് നല്ലൊരു വേതനം പോലും സ്ത്രീകൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വലിയ ഡിഫറൻസ് ഒന്നും എവിടെയും വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് സാലറി ഒക്കെ കേട്ടാൽ നമുക്ക് വളരെ പരിതാപകരമായിട്ടുള്ള സാലറിയൊക്കെയാണ്. അപ്പോൾ തുല്യ വേതനം എപ്പോഴാണ് നടക്കുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. പല ഫീൽഡുകളിലും ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നു. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ്, പിന്നെ നഴ്സിംഗ് ഫീൽഡിൽ ഉണ്ടോ സംശയമാണ്. മെയിൽ നേഴ്സിന് ഉള്ളത്ര സാലറി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ടീച്ചിങ് ഫീൽഡിലൊക്കെ പിന്നെ ഉണ്ടായിരിക്കാം. അല്ലാതെ ഈ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ഓഫീസിൽ പോലും വിവേചനമാണ്. കാരണം സെയിം വർക്കിന്, ഒരേ ജോലിക്ക് വ്യത്യസ്ത വേതനം, പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത വേതനം. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെയല്ലേ, വീട്ടിലേ ഇല്ല, പിന്നെ എങ്ങനെയാ ഓഫീസിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ വർക്കിംഗ് സ്പേസിലെത്തുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വർക്കും കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെയും വീട്ടിലെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറക്കം പോലും ഇപ്പം ജെൻസ് ആണുങ്ങളാണെങ്കിൽ ക്ഷീണാവുന്നുണ്ട്, പെട്ടെന്ന് അവർക്ക് കിടക്കാം, ടി വി കാണാം, ഒക്കെ ചെയ്യാം. പക്ഷേ അടുക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, ക്ലീനിങ് കാര്യങ്ങൾ, വാഷിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ തലചായ്ക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള അവൾക്കാണ് വളരെ കുറച്ച് തുച്ഛമായ വേതനം കൊടുക്കുന്നത്. എത്ര വേദനാജനകമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അറിയോ? ഭയങ്കര, അതൊരു എന്ത് ന്യായമാണ് അതിൽ? ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്ത് ന്യായ ഇതിൽ എന്നുള്ളത്. സത്യമായിട്ടും യാതൊരു വിധത്തിലുള്ള ന്യായമില്ല. അപ്പോൾ ഞാൻ തിരുവാതിരയുടെ കാര്യം, മഹാദേവൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് എടുക്കാനായിട്ട് എത്ര 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 സവിശേഷമായ കാര്യങ്ങളുള്ളത് എന്നറിയോ, കാഴ്ചപ്പാടുകൾ. ഇപ്പം ഭഗവാനെ തന്നെ നോക്കൂ, യാതൊരുവിധ ഈഗോ ഇല്ലാതെ തുറന്ന് സമ്മതിക്കുകയാണ്. പാർവതി ദേവി ഇല്ലാതെ ഞാൻ പൂർണ്ണനല്ല. അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ അങ്ങനെയാണ് വന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മുടെ പുരാണങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. സ്ത്രീകളുടെ വാല്യൂ എങ്ങനെയാണ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നത് നമ്മുടെ പുരാണങ്ങളിൽ? പിന്നെ നോക്കൂ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ എത്ര സ്ത്രീകൾ മുൻപന്തിയിൽ. അന്നും സ്ത്രീകൾക്കെതിരെ വിവേചനം ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര വനിതകളുണ്ട്. അതേസമയം തന്നെ നാട്ടിൻപുറങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വളരെ എന്താ പറയുക, വേദനാജനകമായ അവസ്ഥയിൽ, കാരണം യാതൊരു വിധ പരിഗണനയും റെസ്പെക്റ്റും ഇല്ലാതെ ജീവിച്ചിരുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. പുരാണങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പുരാണ കഥകളിൽ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് പ്രാധാന്യം സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മോഡേൺ അല്ലേ, നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ കുറേ മോഡേൺ ആയി എന്നാണ് നമ്മുടെ അവകാശവാദം. നമ്മൾ മോഡേൺ ആയി. അത് ഡ്രസ്സിങ്ങിലും പിന്നെ ഫുഡിലും ലൈഫ് സ്റ്റൈലിലും മാത്രം മതിയോ? മാനസികമായിട്ട് നമ്മൾ മോഡേൺ ആവണ്ടേ? മാനസികമായിട്ട് കൂടി മോഡേൺ ആയാലല്ലേ മുഴുവൻ മോഡേൺ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അവകാശപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഹെയർ സ്റ്റൈലോ നമ്മുടെ അപ്പിയറൻസോ ഡ്രസ്സിങ്ങോ ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മോഡേൺ ആയി എന്നുള്ളത് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. മാനസികമായിട്ടും നമ്മളെ ചിന്താഗതികളും മോഡേൺ ആയാൽ മാത്രമേ നമ്മൾ മോഡേൺ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിലുള്ള സ്ത്രീകൾക്ക് റെസ്പെക്റ്റും പരിഗണനയും കൊടുക്കുക എന്നുള്ളതാണ്. എത്ര പേര് യോജിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു വന്നത് തിരുവാതിരയെ പറ്റി സ്റ്റാർട്ട് ചെയ്തു, ഇതിലേക്കൊക്കെ എത്തി. എന്തായാലും എന്താ പറയണ്ടേ, ഇനി അങ്ങോട്ട് ഈ 2026 വളരെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഹാപ്പിനെസ് തരുന്ന ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ന്യൂസിലൊക്കെ കാണുന്ന ഓരോ ന്യൂസും കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനും വേദനയൊക്കെയാണ്. ചെറിയ പെൺകുട്ടികൾ എന്താ പറയുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണല്ലോ അധികം ന്യൂസായിട്ട് പുറത്തു വരുന്നത്. പുരുഷന്മാർക്കും ടെൻഷനുണ്ട്, അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഒരു 70-75% പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ എന്താ പറയേണ്ടത്, എല്ലാവർക്കും സമത്വം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു പരിഗണനയും റെസ്പെക്റ്റും മഹാദേവൻ പറഞ്ഞ മാതിരിയുള്ള മഹാദേവൻ്റെ ആ പ്രസ്താവന ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേർക്ക് എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതൊന്ന് എന്താ പറയുക, അവനവൻ്റെ പ്രിയതമയോട് തുറന്നു പറഞ്ഞാൽ അവർക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ടാവും ആ ഒരു പരിഗണന കൊടുത്താൽ. അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ വരെ എത്തി. കൂട്ടുകാരെ എല്ലാവർക്കും 2026 വളരെ സുന്ദരമായിട്ടുള്ളൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഇടാൻ മറക്കരുതേ. ലൈക്ക് ഇട്ടാൽ മാത്രമാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്രേ. അത് എനിക്ക് ഈ അടുത്തിടെ കിട്ടിയൊരു അറിവാണ് കേട്ടോ. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടൊന്നും. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.